ഹായ് ഫ്രണ്ട്സ്, PSC അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് OMR ഷീറ്റ് തെറ്റുകൂടാതെ നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാവുന്നതാണ്. OMR ഷീറ്റ് നമുക്ക് ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവരുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് പ്രിലിമിനറി എക്സാമിനൊക്കെ തെറ്റ് വന്നു കഴിഞ്ഞാൽ അവർ വേറെ OMR ഷീറ്റ് നമുക്ക് തരത്തുമില്ല. നമ്മൾ ആ പരീക്ഷയിൽ നിന്ന് ഒഴിവാകുന്നതാണ്. ഒരു എത്രയോ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ളൊരു പരീക്ഷയാണ് അല്ലേ. അപ്പോൾ ഒരു കാരണവശാലും അതിൽ തെറ്റ് സംഭവിക്കാനായിട്ട് പാടില്ല. നമുക്കതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കാവേ. നമുക്ക് ക്വസ്റ്റ്യൻ നമ്മുടെ രജിസ്റ്റർ നമ്മുടെ നമ്പറില്ലേ, രജിസ്റ്റർ നമ്പർ, അതിൻ്റെ കൂടെ ഒരു ഇംഗ്ലീഷിൻ്റെ കോഡ് തരും. അത് നമ്മളിതേ ഇവിടെ എഴുതണം. ഞാൻ ഒരു നമ്പർ എഴുതാം കേട്ടോ, Z. ആ കോഡ് നമ്മൾ ഇവിടെ എഴുതണം. പിന്നെ നമ്മുടെ നമ്പർ എത്രയാണോ അതിവിടെ എഴുതുക. ഞാൻ എൻ്റെ നമ്പർ എഴുതുകയാണോ നോക്കിക്കോണേ. എൻ്റെ നമ്പർ എന്ന് പറഞ്ഞത് 299 668. ഇത് നിങ്ങൾ എന്നാ ചെയ്യണമെന്നറിയാവോ? ഈ രണ്ടിൻ്റെ താഴെ ഇവിടെ ഒരു കുത്തിടുക. 2ൻ്റെ താഴെ ഇവിടെ ഒരു കുത്തിടുക. ഈ 299, ഈ 9ൻ്റെ ഏറ്റവും താഴെ ഈ 9-ലൊരു കുത്തിടുക. അടുത്ത ഏതാ? 9. ആ 9-ലൊരു കുത്തിടുക. പിന്നെ അടുത്തത് 6. ഈ 6-ൽ ഒരു കുത്തിടുക. അടുത്തതും 6 തന്നെ അല്ലേ. ഈ 6-ൽ കുത്തിടുക. 8-ൽ കുത്തിടുക. അപ്പോൾ എല്ലാത്തിനും ഓരോ കുത്തിട്ടു. ഇത്രയും വലിയൊരു കുത്തൊന്നും ഇടണ്ട, ചെറിയൊരു കുത്തിട്ട് കൊടുത്താൽ മതിയേ, തെറ്റിപ്പോകരുതല്ലോ, അതാണ്. ഇനി നമ്മൾ എന്നാ ചെയ്യണമെന്നറിയാമോ? ഈ 2 കറുപ്പിക്കണം ഫുള്ള്. ഉണ്ടോ? ഫുള്ള് കറുപ്പിക്കുക. നമ്മുടെ രജിസ്റ്റർ നമ്പറാണ് കറുപ്പിക്കുന്നത് കേട്ടോ. ഇനി ഈ 9 കറുപ്പിക്കുക ഫുള്ള്. പിന്നെ നമ്മൾ അടുത്തത് കുത്തിട്ടത് കറുപ്പിക്കുക. പിന്നെ അടുത്ത കുത്തിട്ട് കറുപ്പിക്കുക. പിന്നെ നമ്മളിവിടെ കുത്തിട്ടു, അത് കറുപ്പിക്കുക. അടുത്തത് 8 കറുപ്പിക്കുക. അപ്പോൾ ഇത്രയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഒരു കാരണവശാലും ഈ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. പിന്നെ കൊടുത്തിട്ടുള്ളത് ഡേറ്റ് ഓഫ് ബർത്താണ്. നോക്കിയേ, എത്രയാണോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അത് നിങ്ങൾ എഴുതുക. അപ്പം ഞാൻ ജസ്റ്റ് ഏതെങ്കിലുമൊക്കെ എഴുതാം, നോക്കിക്കോണം. 20/5/1990 എഴുതി. 20/5/1990 നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണെന്ന് കരുതുക. ഇനി തൊട്ട് താഴെ നോക്കിയേ, ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ജോലി, നമ്മൾ ഏത് തസ്തികയ്ക്ക് വേണ്ടിയാണോ എഴുതുന്നത്, ഇതിവിടെ നോക്കണ്ട നിങ്ങൾ. ഏത് തസ്തികയ്ക്ക് വേണ്ടിയാണോ നമ്മൾ എഴുതുന്നത്, ഇപ്പോൾ LDC അല്ലെങ്കിൽ പ്രിലിമിനറി, നമുക്ക് തന്നിരിക്കുന്ന രജിസ്റ്റർ നമ്പർ ഇല്ലേ, അതായത് ഹാൾ ടിക്കറ്റ്, അഡ്മിഷൻ ടിക്കറ്റിനകത്ത് ആ ജോലിയുടെ പേര് എഴുതിയിട്ടുണ്ടായിരിക്കും. അത് നിങ്ങളിവിടെ എഴുതിക്കോണം. എന്താണെന്ന് വെച്ചാൽ തന്നിരിക്കുന്നത് ഏത് തസ്തികയ്ക്ക് വേണ്ടിയാണോ അത് നിങ്ങളിവിടെ എഴുതുക. ഇനിയുള്ള നമ്മൾ ഏത് ദിവസമാണോ എക്സാം എഴുതുന്നത്, 18/9/2020 എഴുതുന്നത് വെച്ചു. 18/9/2020 എക്സാം എഴുതുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഇവിടെ ഏത് തസ്തികയാണോ LDC എന്ന് ഞാനങ്ങ് എഴുതി, അത് നമ്മൾ എഴുതിക്കോണം. ഇത്രയും ക്ലിയറായോ? ഇവിടെ ഈ കോഡ് എഴുതണം. 2 എഴുതിയാൽ 2 തൊട്ട് താഴെ ഏതാണോ 2 കൊടുത്തിരിക്കുന്നത് അത് എഴുതണം. 9 എഴുതിയാൽ ആ 9ൻ്റെ താഴെ കറുപ്പിക്കണം. ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഇവിടെ പറ്റാവുന്ന തെറ്റെന്നാന്ന് ചോദിച്ചാൽ, ഈ കുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നാ എടുക്കുമെന്നറിയോ, ചിലപ്പോൾ ഇപ്പുറത്തതിലോട്ട് കയറി അറിയാതെ കറുപ്പിക്കും. ഒത്തിരി പേർക്ക് അങ്ങനെ, ഞാൻ പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോഴത്തേനും ഒത്തിരി പേര് മിസ്റ്റേക്ക് വന്നവരുണ്ട്. പിന്നെ അവർ സമാധാനിപ്പിച്ചിരുത്തും. പക്ഷെ നമുക്ക് ആ പരീക്ഷ ക്യാൻസലാണ്. കുട്ടികൾക്ക് അറിയത്തില്ലായിരിക്കും, ആദ്യമായിട്ട് വന്നവരായിരിക്കും, അവർക്ക് ആ പരീക്ഷ ക്യാൻസലാണെന്ന് നമുക്കറിയാം, പക്ഷെ അവർക്കറിയത്തില്ല. ടീച്ചർ പറയും കുഴപ്പമില്ല എഴുതിക്കൊള്ളാൻ പറയും, പക്ഷേ PSC അത് സ്വീകരിക്കത്തില്ല. നമ്മൾ എന്നാ ചെയ്യണം? നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം ഇതിനെ കൈകാര്യം ചെയ്യണം. പിന്നെ നമുക്ക് OMR കറുപ്പിക്കാൻ അറിയാമല്ലോ. നോക്കിയേ, ക്വസ്റ്റ്യൻ 1ൻ്റെ ആൻസർ C ആണെങ്കിൽ C കറുപ്പിച്ചു, പിന്നെ B ആണെങ്കിൽ B കറുപ്പിച്ചു. അങ്ങനെ അത് കറുപ്പിച്ച് പോകാന്നേ ഉള്ളൂ. പിന്നെ പരീക്ഷ എല്ലാം കഴിയുമ്പോൾ നടുക്കൊരു വര കണ്ടോ, ആ വര
കീറിയിട്ട് നമ്മൾ ഇത് രണ്ടായിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അറിയാവുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്